1910 റഷ്യയിൽ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാൾ മരണത്തോട് പോരാടിക്കൊണ്ട് ഒരു ചെറിയ മുറിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലയോ ടോൾസ്റ്റോയ്. പക്ഷേ ഇവിടെ എത്തുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് അതിലും വിചിത്രമായിരുന്നു. 82 വയസ്സുള്ള ആ മനുഷ്യൻ സ്വന്തം വീട്ടിൽ നിന്ന് രഹസ്യമായി ഇറങ്ങി. ഭാര്യയെയും കുടുംബത്തെയും വിട്ട് ഒരു ട്രെയിനിൽ കയറി. അയാൾ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും വ്യക്തമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ലോകപ്രശസ്തനായ സമ്പന്നനായ കുടുംബമുള്ള എല്ലാം നേടിയ ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോയത്? അതറിയാൻ നമ്മൾ തിരിച്ചു പോകണം 1828 1828 സെപ്റ്റംബർ 9. റഷ്യയിലെ യസ്നായ പോളിയാന എന്ന കുടുംബ എസ്റ്റേറ്റിലാണ് ലേവ് നിക്കോളായേവിച്ച് ടോൾസ്റ്റോയ് ജനിക്കുന്നത്. പിന്നീട് ലോകം അദ്ദേഹത്തെ ലയോ ടോൾസ്റ്റോയ് എന്ന് വിളിച്ചു. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചിരുന്നില്ല. റഷ്യൻ അരിസ്റ്റോക്രസിയിലെ സമ്പന്നനായ ഒരു കുടുംബം. വലിയ ഭൂമി, കർഷകർ, വീടും സമ്പത്തും സാമൂഹിക സ്ഥാനവും. പക്ഷെ ബാല്യത്തിൽ തന്നെ ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം അദ്ദേഹം കണ്ടു. അമ്മയെ വളരെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു. അച്ഛനെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു. അതിനുശേഷം ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണ് ടോൾസ്റ്റോയ് വളർന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യവും കുടുംബജീവിതവും പിന്നീട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ യുവാവായ ടോൾസ്റ്റോയ് ഇപ്പോഴും ഒരു ആത്മീയ ചിന്തകനായിരുന്നില്ല. അവൻ വളരെ വ്യത്യസ്തനായിരുന്നു. ടോൾസ്റ്റോയുടെ ജീവിതം ഡിസിപ്ലിൻ്റെ ഉദാഹരണമായിരുന്നില്ല. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയെങ്കിലും ഡിഗ്രി പൂർത്തിയാക്കിയില്ല. പിന്നീട് മോസ്കോയിലും സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലും അരിസ്റ്റോക്രാറ്റിക് സോഷ്യൽ ലൈഫ് ആസ്വദിച്ചു. പണം ചെലവാക്കി ചൂതാട്ടത്തിലേർപ്പെട്ടു, കടങ്ങളുണ്ടാക്കി. സ്ത്രീകളും പാർട്ടികളും സാമൂഹിക ജീവിതവും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന ടോൾസ്റ്റോയെ മനസ്സിലാക്കാൻ ഈ ഭാഗം വളരെ പ്രധാനമാണ്. കാരണം പിന്നീട് അദ്ദേഹം പ്രീച്ച് ചെയ്യാൻ പോകുന്ന ലളിത ജീവിതത്തിൻ്റെയും അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആഡംബര ജീവിതത്തിൻ്റെയും ഇടയിൽ വലിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ജീവിതം അദ്ദേഹത്തെ മാറ്റാൻ പോകുകയായിരുന്നു. ഒരു യുദ്ധം അതിന് തുടക്കം കുറിച്ചു. 1851 സഹോദരനോടൊപ്പം ടോൾസ്റ്റോയ് കോക്കസസ് പ്രദേശത്തേക്ക് പോയി. അവിടെ അദ്ദേഹം റഷ്യൻ സൈന്യത്തിൽ ചേർന്നു. പിന്നീട് ക്രൈമിയൻ വാറിലും പങ്കെടുത്തു. യുദ്ധം അടുത്തുനിന്ന് കാണുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. യുദ്ധത്തെക്കുറിച്ച് കവിതകളും കഥകളിലും പറയുന്നത് ഒന്നാണ്, യുദ്ധം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് മറ്റൊന്നാണ്. രക്തം, ഭയം, മരണം, സാധാരണ മനുഷ്യരുടെ ദുരിതം. സൈനികർ ഹീറോയിസം കാണിക്കുന്ന കഥ മാത്രമല്ല യുദ്ധം, അത് മനുഷ്യ ജീവിതത്തിൻ്റെ നാശം കൂടിയാണ്. ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ തന്നെ മാറ്റി. അദ്ദേഹം എഴുതിയ സെവാസ്റ്റോപോൾ സ്കെച്ചസിൽ യുദ്ധത്തെ റൊമാൻറ്റിക്കായി കാണിക്കുന്നതിനു പകരം അതിൻ്റെ യാഥാർത്ഥ്യം അവതരിപ്പിച്ചു. അപ്പോൾ റഷ്യൻ സാഹിത്യ ലോകം ഒരു പുതിയ എഴുത്തുകാരനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. 1850കളിൽ ടോൾസ്റ്റോയ് സാഹിത്യ ലോകത്ത് പ്രശസ്തനായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതികൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1860കളിൽ അദ്ദേഹം യാസ്നായ പോളിയയിലേക്ക് മടങ്ങി. അവിടെ ഒരു വലിയ ജീവിതം രൂപപ്പെടുകയായിരുന്നു. 1862 അദ്ദേഹം സോഫിയ ബേഴ്സിനെ വിവാഹം കഴിച്ചു. ടോൾസ്റ്റോയിന് 34 വയസ്സും സോഫിയയ്ക്ക് 18 വയസ്സുമായിരുന്നു. അവർ ഏകദേശം 48 വിവാഹിതരായി. അവർക്ക് 13 കുട്ടികളുണ്ടായി. ആദ്യകാലത്ത് സോഫിയ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായികളിൽ ഒന്നായിരുന്നു. ടോൾസ്റ്റോയ് എഴുതിയ കൈയെഴുത്തുകൾ അവൾ വീണ്ടും വീണ്ടും പകർത്തി. അങ്ങനെയാണ് ലോക സാഹിത്യത്തിലെ ഒരു മഹാകൃതി ജനിച്ചത്. വാർ ആൻഡ് പീസ്. പേര് തന്നെ ഒരു കോൺട്രഡിക്ഷനാണ്. വാർ, പീസ്, യുദ്ധവും സമാധാനവും. നെപ്പോളിയൻ്റെ റഷ്യൻ അധിനിവേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. പക്ഷേ ഇത് വെറും ഒരു യുദ്ധ നോവലല്ല. രാജാക്കന്മാരും ജനറൽമാരും മാത്രം ചരിത്രം സൃഷ്ടിക്കുന്നില്ലെന്ന് രാജാക്കന്മാരും ജനറൽമാരും മാത്രം ചരിത്രം സൃഷ്ടിക്കുന്നില്ലേ എന്ന് ടോൾസ്റ്റോയ് ചോദിച്ചു. രാജാക്കന്മാരും ജനറൽമാരും മാത്രം ചരിത്രം സൃഷ്ടിക്കുന്നില്ലേ എന്ന് ടോൾസ്റ്റോയ് ചോദിച്ചു. ചരിത്രത്തിൻ്റെ പിന്നിൽ കോടിക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ചെറിയ ചെറിയ തീരുമാനങ്ങളുണ്ട്. ഒരു കുടുംബം, ഒരു പ്രണയം, ഒരു മരണം, ഒരു യുദ്ധം.
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ചെറിയ സംഭവങ്ങൾ, ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നാണ് ചരിത്രമുണ്ടാകുന്നത്. യാസ്നായ പോളിയാനയിലിരുന്ന് ടോൾസ്റ്റോയ് വർഷങ്ങളോളം ഈ കൃതി എഴുതി. വാർ ആൻഡ് പീസ് പൂർത്തിയാകുമ്പോഴേക്കും അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായി മാറിയിരുന്നു. പക്ഷേ പ്രശസ്തിയുടെ മുകളിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു പ്രശ്നം ആരംഭിച്ചു. ഇതാണ് ടോൾസ്റ്റോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ടേണിംഗ് പോയിന്റ്. അദ്ദേഹത്തിന് ഫെയിം ഉണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രശസ്തി ഉണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. ലോകം പ്രശംസിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. പക്ഷേ ഒരു ചോദ്യം അദ്ദേഹത്തെ വിട്ടില്ല. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? മരണം എല്ലാവരെയും കാത്തിരിക്കുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പണം സമ്പാദിക്കുന്നത് എന്തിനാണ്? പ്രശസ്തി എന്തിനാണ്? ഒടുവിൽ മരിക്കേണ്ടി വരുമ്പോൾ ഇതെല്ലാം എന്തിനാണ്? ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അത്ര ശക്തമായിരുന്നു. ടോൾസ്റ്റോയ് പിന്നീട് തൻ്റെ ആത്മീയ പ്രതിസന്ധിയെക്കുറിച്ച് എ കൺഫെഷൻ എന്ന കൃതിയിൽ എഴുതി. അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച കാലമുണ്ടായിരുന്നു. ഒരു വലിയ എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ യുദ്ധം ഇപ്പോൾ പുറത്തുള്ള ലോകത്തോടല്ല, അവൻ്റെ സ്വന്തം മനസ്സിനോടായിരുന്നു. ഈ ആത്മീയ പ്രതിസന്ധിയുടെ മുൻപും ശേഷവും ടോൾസ്റ്റോയ് ലോക സാഹിത്യത്തിലെ മറ്റൊരു മാസ്റ്റർ പീസ് സൃഷ്ടിച്ചു. അന്ന കരീനീന, ഒരു വിവാഹിതയായ സ്ത്രീ, ഒരു പ്രണയം, സമൂഹത്തിൻ്റെ വിധി, കുടുംബം, വിശ്വാസം, സന്തോഷം, മരണം. അന്നയുടെ കഥയ്ക്ക് ഒപ്പം ലെവിൻ എന്ന കഥാപാത്രത്തിലെയും അന്നയുടെ കഥയ്ക്കൊപ്പം ലെവിൻ എന്ന കഥാപാത്രത്തിലൂടെ ടോൾസ്റ്റോയ് സ്വന്തം ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു. ഒരു മനുഷ്യൻ എങ്ങനെ ശരിയായി ജീവിക്കണം? യഥാർത്ഥ സന്തോഷം എവിടെയാണ്? കുടുംബത്തിലാണോ? സമ്പത്തിലാണോ? പ്രണയത്തിലാണോ? അല്ലെങ്കിൽ മറ്റുള്ളവർക്കായി ജീവിക്കുന്നതിലാണോ? ഇതിനുശേഷം ടോൾസ്റ്റോയുടെ ജീവിതം തന്നെ മാറി. അദ്ദേഹം കൂടുതൽ ലളിതമായി ജീവിക്കാൻ ശ്രമിച്ചു. സമ്പത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റിനെ വിമർശിച്ചു. കർഷകരുടെ ജീവിതത്തോട് അടുത്തു. ശാരീരിക അധ്വാനം ചെയ്തു. അഹിംസയെക്കുറിച്ച് എഴുതി. അധികാരത്തെയും യുദ്ധത്തെയും സാമൂഹിക അനീതിയെയും വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ മതചിന്തകളും പരമ്പരാഗത ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ടീച്ചിങ്സും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായി. അവസാനം 1901 റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് അദ്ദേഹത്തെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷേ ടോൾസ്റ്റോയുടെ പ്രശസ്തി അതോടെ അവസാനിച്ചില്ല. മറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൂടുതൽ ശക്തമായി പടർന്നു. ടോൾസ്റ്റോയുടെ ആശയങ്ങൾ ഇന്ത്യയിലും വലിയ സ്വാധീനം ചെലുത്തി. പ്രത്യേകിച്ചും ഗാന്ധി അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിച്ചു. 1909 ഗാന്ധി ടോൾസ്റ്റോയ്ക്ക് ഒരു കത്തെഴുതി. അഹിംസയും നോൺ റെസിസ്റ്റൻസ് ടു ഈവിൽ എന്ന ആശയവും സംബന്ധിച്ച് അവർ ആശയവിനിമയം നടത്തി. ടോൾസ്റ്റോയ് ഗാന്ധിക്ക് മറുപടി നൽകി. അവരുടെ കറസ്പോണ്ടൻസിൽ സ്നേഹവും അഹിംസയും വയലൻസിനെ എതിർക്കുന്നതും പ്രധാന വിഷയങ്ങളായിരുന്നു. ഇത് ഒരു ചെറിയ സൗഹൃദ കഥയല്ല. ലോക ചരിത്രത്തിൽ പിന്നീട് വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ആശയബന്ധമായിരിക്കുന്നു. ഒരു റഷ്യൻ എഴുത്തുകാരൻ്റെ ചിന്തകൾ ദക്ഷിണാഫ്രിക്കയിൽ പോരാടിയ ഒരു ഇന്ത്യൻ നേതാവിനെ സ്വാധീനിച്ചു. പിന്നീട് ഗാന്ധിയുടെ അഹിംസ രാഷ്ട്രീയം ലോക ചരിത്രത്തെ തന്നെ മാറ്റി. പക്ഷേ ടോൾസ്റ്റോയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് പുറത്തല്ലായിരുന്നു, അത് സ്വന്തം വീട്ടിലായിരുന്നു. ടോൾസ്റ്റോയ് ലളിത ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. സ്വത്തും പണവും ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ സോഫിയയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. കുടുംബമുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, സാമ്പത്തിക സുരക്ഷ ആവശ്യമായിരുന്നു. ടോൾസ്റ്റോയ് ലോകത്തോട് പറയുന്നത് സമ്പത്ത് ഉപേക്ഷിക്കൂ. സോഫിയ ചിന്തിച്ചത് നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താകും? അങ്ങനെ ഒരിക്കൽ വളരെ അടുത്തിരുന്ന ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം പതിയെ വഷളായി. ടോൾസ്റ്റോയുടെ ഫോളോവേഴ്സ് വീട്ടിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ്, പ്രോപ്പർട്ടി, റോയൽറ്റീസ്, കോപ്പിറൈറ്റ് എല്ലാം കുടുംബത്തിൽ തർക്കങ്ങൾക്ക് കാരണമായി. ലോകം ടോൾസ്റ്റോയെ ഒരു മഹാനായ മോറൽ ടീച്ചറായി കണ്ടപ്പോൾ അവൻ്റെ സ്വന്തം വീട്ടിൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. 1910 ടോൾസ്റ്റോയ്ക്ക് 82 വയസ്സ്. ഒടുവിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു.
മകൾ അലക്സാൻഡ്രയും ഡോക്ടർ ദുഷൻ മാക്കോവിറ്റ്സ്കിയും കൂടെയുണ്ടായിരുന്നു. അവർ രഹസ്യമായ യാത്ര തുടങ്ങി. പക്ഷെ പ്രായമായ ശരീരത്തിന് ആ യാത്ര എളുപ്പമായിരുന്നില്ല. യാത്രക്കിടെ ടോൾസ്റ്റോയ് അസുഖപ്പെട്ടു. അവസാനം അവർ ആസ്റ്റപ്പോവോ എന്ന റെയിൽവേ സ്റ്റേഷനിലിറങ്ങി. സ്റ്റേഷൻ മാസ്റ്റർ തൻ്റെ വീട്ടിൽ ടോൾസ്റ്റോയ്ക്ക് താമസിക്കാൻ സ്ഥലം നൽകി. പുറത്ത് ലോകമെമ്പാടുമുള്ള പത്രപ്രവർത്തകർ, അകത്ത് മരണത്തോട് പോരാടുന്ന 82 വയസ്സുകാരൻ. അവൻ്റെ അവസാന ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളും ഡോക്ടർമാരും ചുറ്റുമുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതാണോ, അല്ലെങ്കിൽ ജീവിതം മുഴുവൻ അന്വേഷിച്ചിരുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ ശ്രമിച്ചതാണോ? അത് നമുക്ക് ഉറപ്പായി അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവൻ്റെ അവസാന യാത്രയും അവൻ്റെ ജീവിതം പോലെ തന്നെ വിരോധാഭാസങ്ങളാൽ നിറഞ്ഞത്. 1910 നവംബർ 20 ലിയോ ടോൾസ്റ്റോയ് മരിച്ചു. അദ്ദേഹത്തെ യാസ്നായ പോളിയാനയിൽ തൻ്റെ ആഗ്രഹപ്രകാരം ലളിതമായി അടക്കം ചെയ്തു. വലിയ മോണ്യുമെൻ്റ് ഇല്ല, വലിയ സ്റ്റാച്യു ഇല്ല. അദ്ദേഹം ജനിച്ചത് അതേ ഭൂമിയിൽ, ഒരു സാധാരണ കല്ലറ. പക്ഷേ ഈ കല്ലറയിൽ കിടക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല. വാർ ആൻഡ് പീസ് എഴുതിയ മനുഷ്യൻ, അന്ന കരുണീന എഴുതിയ മനുഷ്യൻ, മരണത്തെക്കുറിച്ച് എഴുതി. ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ച മനുഷ്യൻ, സ്നേഹത്തെക്കുറിച്ച് എഴുതി. അഹിംസയെക്കുറിച്ച് ലോകത്തെ ചിന്തിപ്പിച്ച മനുഷ്യൻ. ഒടുവിൽ അദ്ദേഹം തൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയോ? നമുക്കറിയില്ല. ഒരു പക്ഷേ ടോൾസ്റ്റോയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ് അതുതന്നെയായിരിക്കാം. ജീവിതത്തിന് ഒരു പെർഫെക്റ്റ് ആൻസർ കണ്ടെത്തുന്നതല്ല പ്രധാനപ്പെട്ടത്, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ്. ലോകത്തിനും ജീവിതത്തിൻ്റെ അർത്ഥം വിശദീകരിക്കാൻ ശ്രമിച്ച ആ മനുഷ്യൻ അവസാനം തൻ്റെ ജീവിതം കൊണ്ട് തന്നെയാണ് ഒരു ചോദ്യം ബാക്കി വെച്ചത്. നിനക്ക് ജീവിക്കാൻ കിട്ടിയ ഈ ജീവിതം കൊണ്ട് നീ എന്താണ് ചെയ്തത്? ഇതാണ് ലിയോ ടോൾസ്റ്റോയ്. ഒരു എഴുത്തുകാരൻ മാത്രമല്ല, സ്വന്തം ജീവിതത്തോട് തന്നെ അവസാനമില്ലാത്തൊരു യുദ്ധം നടത്തിയ മനുഷ്യൻ.